ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് കൊടുങ്ങല്ലൂർ സ്ത്രീ കൂട്ടായ്മ ചെയർപേഴ്സൺ നെജു ഇസ്മായിൽ. യുവതലമുറയെ നാശത്തിലേക്ക് നയിക്കുന്ന സിന്തറ്റിക് ലഹരിയുടെ വ്യാപകമായ ഉപയോഗം അപകടകരമാം വിധത്തിൽ വർദ്ധിക്കുകയാണ്. എറിയാട് സാന്ത്വനം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എറിയാട് ചന്ത മുതൽ തട്ട് പള്ളിക്കവല വരെ 2 കിലോമീറ്റർ ദൂരത്തിൽ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഈ രാസലഹരി കയ്യിൽ വെച്ചൊരു ചെറുപ്പക്കാരനെ പിടിക്കും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ടായി. ആ പയ്യനെ തന്നെ പിറ്റേ ദിവസം തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് അവന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിട്ട് പിറ്റേ ദിവസം അവനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അപ്പൊ അതാണ് നിയമത്തിന്റെ പോരായ്മ എന്ന് പറയുന്നത്. നിയമം കർശനാക്കാന്നുള്ളതാണ്. നിയമത്തിന് ഭയം ഉണ്ടാവും ആളുകൾക്ക്. നിയമം കർശനാക്കാൻ വേണ്ടത് ഭരണകൂടം ആ വിഷയത്തില് കൃത്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തണം. പ്രാദേശിക ഭരണകൂടങ്ങൾ ഇത്തരം ഈ നിയമം കർശനാക്കുന്ന മേഖലകളിൽ സംസ്ഥാന ഭരണകൂടത്തിന് നിർദ്ദേശം കൊടുക്കാൻ തയ്യാറാകണം. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. പലപ്പോഴും എക്സൈസ് ഉദ്യോഗസ്ഥര് നിസ്സഹായതയോടുകൂടി നിസ്സംഗതയോടുകൂടി നമ്മളോട് പറയാറുള്ള ഒരു സംഗതിയാണിത്. നമ്മൾ അറസ്റ്റ് ചെയ്ത ചെറുപ്പക്കാര് പിറ്റേ ദിവസം നമ്മുടെ മുമ്പിൽ കൂടി തല ഉയർത്തി പിടിച്ച് നടന്നു പോകുന്ന കാണുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ശ്രദ്ധയപ്പെട്ട ഒരു സംഗതി ഉണ്ടാവും. കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് ഈസാ ബിൻ അബ്ദുൽ കരീം, VM ഷൈൻ, KA ഖദീജ ബി, EK സോമൻ, KM അബ്ദുൽ ജമാൽ, പഞ്ചായത്ത് മെമ്പർമാരായ PK മുഹമ്മദ്, PH നാസർ, സാറാബി ഉമ്മർ, മാഹിൻ സുഹരി, EA റഷീദ് തുടങ്ങിയവർ ചങ്ങലയിൽ കണ്ണികളായി. KK കുഞ്ഞുമൊയ്തീൻ, TK ഇക്ബാൽ, സബിത ടീച്ചർ, VK കരീം, KK സുബ്രഹ്മണ്യൻ, അബ്ദുൽ ജബ്ബാർ, സിദ്ദിഖ്, മുഹമ്മദ് സഗീർ, ബിന്ദു, PM സിദ്ദിഖ് മാസ്റ്റർ, ഫൈസൽ വലിയാറ, PM മജീദ്, PA ജമാൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നമുക്കെല്ലാം ഉള്ളത് ഒരേ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ്. ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ നമുക്ക് കൈകോർക്കാം. ഒരു സഹജീവിയെയും വേദനിപ്പിക്കുകയില്ലെന്നും ഉപദ്രവിക്കുകയില്ലെന്നും ഈ നാടിനും നാട്ടാർക്കു മുമ്പിൽ എന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. അടുത്തതായി ചുരുങ്ങിയ വാക്കുകളിൽ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാറാബി ഉമ്മറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കൊറോണ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വാക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പൊ എല്ലാ വല്യമ്മമാരും അച്ഛനമ്മമാരൊക്കെ കൊറോണ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ വീടുകളിലെ സംഭാഷണം MDMA എന്ന സംഭാഷണം നടത്തുന്നത് പറയാൻ പറ്റാത്ത ആളുകളും ആ പദം പഠിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ അത്രക്കും വ്യാപകമായി എന്നതാണ്. ഞാൻ സാന്ദർഭികമായി എന്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളിൽ നല്ല കരുത്ത് വേണം, നമ്മുടെ മക്കളിൽ നല്ല കരുതൽ വേണം എന്ന് പറഞ്ഞാൽ പുതിയ രൂപത്തിൽ ഭാവത്തിലും ഈ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു സത്യമുണ്ട്. അയാൾ പറയുകയാണ്, എന്റെ മുമ്പിലേക്ക് ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്നു, ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ പിടിച്ചുകൊണ്ടുവന്നു. അവൻ സ്ഥിരമായി ഉപയോഗിക്കുന്നതും അവൻ കച്ചവടം നടത്തുന്നതും ഈ MDMA ഒരു സ്റ്റാമ്പ് രൂപത്തിലാക്കിയിട്ടാണ്. അവന്റെ അച്ഛനെയും അമ്മയെയും ആ പോലീസ് സ്റ്റേഷനിലേക്ക് ആണെന്ന് പറഞ്ഞു. എന്റെ മകൻ ഒരു കുഴപ്പമില്ല എന്ന് പറയും. ഈ പദം ഉപയോഗിച്ചു ആ അമ്മയും അച്ഛനും. അപ്പോൾ ആ അമ്മയോട് ഈ സ്റ്റാമ്പുകൾ എടുത്ത് പോലീസ് കാണിച്ചപ്പോൾ അമ്മ തിരിച്ചു പറഞ്ഞൊരു വാക്ക്, അതുകൊണ്ട് നമ്മുടെ മക്കളും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ നമുക്ക് കഴിയണം. അവരെ തിന്മയിലേക്ക് തള്ളിവിടാതെ നന്മയുടെ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരാനും ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം. ഇന്നത്തെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം.
അവരുടെ കൂട്ടുകാരാണെങ്കിലും പ്രതികളാണെങ്കിലും നമ്മൾ അറിയിക്കണം. പോലീസിനെ അറിയിക്കേണ്ടി വന്നാൽ പോലീസിനെ അറിയിക്കണം. കാരണം അല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളാരും പ്രതീക്ഷിക്കാത്ത മക്കളാണ്. മക്കളെ ജിയോളജി പേജ് ഇങ്ങനെ വ്യത്യസ്തമായ കാലഘട്ടങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടിന്